ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഏകദേശം സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കുട്ടികൾ കളിയൊന്നും നിർത്തിയിട്ടില്ല കേട്ടോ. ഇവർ നിർത്തണമെങ്കിൽ ഒരു 7 മണിയൊക്കെ ആവും. അപ്പോൾ നമ്മൾ അംഗൻവാടി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും വീട് എത്തിട്ടാണ്. വീട് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എണീറ്റിട്ട് വേഗം മകം കൊലയൊക്കെ അടിച്ച് വാരും. പിന്നെ അടുക്കള പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ കട്ടൻ ചായ വെച്ച് വയ്ക്കും, കാരണം ഇവിടെ കട്ടൻ ചായ എപ്പോഴും ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ വെച്ചിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കുകയാണ് ചെയ്യാറ്. വൈകിട്ട് ഒരു ഫ്ലാസ്ക് ചായ ഒഴിച്ച് വയ്ക്കും, അതുപോലെ തന്നെ കാലത്തും ഒരു ഫ്ലാസ്ക് ചായ ഉണ്ടാക്കി വയ്ക്കും. കാരണം ജോലി കഴിഞ്ഞ് വന്നാൽ ഞാൻ വരണേക്കാൾ മുമ്പേ മോൻ വരും. അപ്പോൾ അവന് ചായ കുടിക്കണമെങ്കിൽ അതൊന്നെടുത്ത് കുടിക്കാമല്ലോ. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഞാനും ചായ അതൊന്നും എടുത്തിട്ടാണ് കുടിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പിന്നെ അപ്പുറത്തെ കലത്തിൽ നമ്മൾ ചോറ് വയ്ക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി ഇടണം. അരിയുടെ കാര്യം അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റേഷൻ്റെ അരിയാണ്. അപ്പോൾ രാവിലെ കുറച്ച് വയ്ക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ടത്തെ ആവശ്യത്തിന് വയ്ക്കും. ഒരുമിച്ച് വെച്ച് വയ്ക്കാറാണ് ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ചോറ് ഒരു സുഖമില്ല കഴിക്കാൻ, ഒക്കെ വേഗം കേട് വരുന്ന പോലെയാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഇനിയിപ്പോൾ 2 നേരത്തിന് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലാസ്ക്. അപ്പോൾ ഫ്ലാസ്കിലേക്ക് നമുക്ക് ചായ ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ചായ ഒഴിച്ച് വയ്ക്കണതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്ക് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചായ വേണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ചായ വയ്ക്കാൻ ഓടി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട്. ചോദിക്കുന്ന സമയത്ത് ഇത് തുറന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 2 നേരം ഇങ്ങനെ ഒരു ഫ്ലാസ്ക് ചായ വെച്ചിട്ട് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ ഈ ഫ്ലാസ്കിലേക്ക് ചായ ഒഴിച്ച് വെച്ചതിന് ശേഷം കുറച്ച് ചായ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതാൾക്ക് ഇപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ആളവിടെ ഒരു പണിയിലാണ് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഫ്ലാസ്കിൽ ചായ ഒക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആൾ വിളിച്ചു കേട്ടോ. ആളെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആൾ മീൻ നേരാക്കി തരുമായിരുന്നു. അപ്പോൾ മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പണി മാറ്റി വന്നപ്പോൾ. അപ്പോൾ മത്തി നേരാക്കി കഴിഞ്ഞ് ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചേട്ടാ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഹസ്ബൻഡ് നിങ്ങളിങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മളൊരു പാത്രം കൂടി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൽ നമ്മുടെ കുഞ്ഞാപ്പിക്ക് വേണ്ടിയിട്ടുള്ള തലകൾ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. മത്തിയുടെ കുഞ്ഞാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവന് കൊടുക്കാനുള്ള തല നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാനാണേ. അപ്പോൾ കുഞ്ഞാപ്പിക്കുള്ള മീൻ തലയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം കേട്ടോ. മത്തി നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കറിയും വെക്കണം, വറക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിനി ചായ കുടിച്ചിട്ട് ബാക്കി പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിനി ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മീൻകറിക്കുള്ള സാധനങ്ങളൊക്കെ വേഗം റെഡിയാക്കിയിട്ട് മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ സ്ത്രീകളെയല്ല കേട്ടോ, ജോലിക്ക് പോകുന്നവരെ പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം രാത്രി കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിളിച്ചാകുമ്പോൾ ഒരു സമാധാനമാണ്. കാരണം കറി വെക്കണ്ടല്ലോ, ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊരു സമാധാനം. അപ്പോൾ ഞാൻ മിക്ക ദിവസവും നമ്മൾ വൈകുന്നേരങ്ങളിൽ തന്നെയാണ് കറിയൊക്കെ വെച്ച് വെക്കാറ് കേട്ടോ. പിന്നെ രാവിലെ പോകുമ്പോൾ ഒരു ഉപ്പേരിയൊക്കെ വേഗം ഉണ്ടാക്കി കൊണ്ടുപോവാണ് ചെയ്യാറ്. അപ്പോൾ എല്ലാ ദിവസവും ചിലപ്പോൾ ഉപ്പേരി ഉണ്ടാക്കില്ല, കാരണം എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. കാരണം മോന് സ്കൂളിൽ നിന്ന് ഫുഡ് ഉണ്ടാവും. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ അടുത്തൊക്കെ പണിയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും കേട്ടോ ആൾ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ആൾ പുറത്തുനിന്നാണ് കഴിക്കുക. അപ്പോൾ എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് രാവിലെ ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കറിയൊക്കെ ഉള്ളത്, വൈകുന്നേരം വെച്ച കറിയുള്ളത് മാത്രം കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. പിന്നെ വൈകിട്ട് വന്നിട്ടാണ് വീണ്ടും ഞങ്ങൾ എന്തെങ്കിലും ചാറ് കറി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വറക്കേ അല്ലെങ്കിൽ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മീൻകറിയുടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് വെന്തിട്ട് വാർത്തുട്ട് അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിരുമ്പി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ച് റെഡി ആയിട്ട്, അപ്പോൾ നമ്മൾ വേഗം കുറച്ച് കറിവേപ്പിലയും ഉള്ളിയൊക്കെ കൂടി അരിഞ്ഞ് വേഗം മീൻകറി വറുത്തിട്ടു. ഇനി നമുക്കുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വറക്കണം. അപ്പോൾ മീൻ വറക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ മീൻ വറക്കാനുള്ള തളി ഇട്ടു കേട്ടോ. മീൻ വറക്കലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അടുക്കളപ്പണി ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മോളെ വീട്ടിലേക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവൾ വീട്ടിൽ നിന്നിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അവളെ വീഡിയോ കോൾ ചെയ്യാൻ നമ്മൾ വൈകുന്നേരം ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് കേട്ടോ. മോളെ വിളിച്ച് സംസാരിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മെയിൽ കഴുകാൻ വേണ്ടി പോയി. മെയിൽ കഴുകൽ കഴിഞ്ഞ് വന്നിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ.
അപ്പോൾ മേല് കഴുകലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ മൂന്നാൾക്കുള്ള ഫുഡൊക്കെ വിളമ്പി കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് അവനുള്ള ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകാൻ വരട്ടെ, ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പ്ലേറ്റോടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് രാത്രിക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കറിയുണ്ട്, കോവയ്ക്കുപ്പേരിയുണ്ട്, മീൻ വറുത്തതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്. നമ്മളിങ്ങനെ ഹാളിലാണ് ഇരുന്നിട്ട് കഴിക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പാത്രങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുക ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.